ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ആ പാട്ടിൻ്റെ ലൈൻ തന്നെ ഇതാണ്: പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഏതാണ് ആ തിരുവചനം? ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് പറഞ്ഞേ, ഹബക്കൂക്ക്. ഇതെന്നാ ശബ്ദമാണ്? നല്ല സന്തോഷത്തോടെ പറ. ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. മനോഹരമായൊരു ഗാനമാണിത്. ഹഗാറിൻ്റെ മുമ്പിൽ, ചെങ്കടലിൻ്റെ മുമ്പിൽ കർത്താവ് പതറാതെ നിൽക്കുവാൻ മോശെ ശക്തിപ്പെടുത്തിയെങ്കിൽ, ഹാഗാറിന് പൊരിഞ്ഞ മരുഭൂമി അനുഭവങ്ങളിൽ അവൾക്ക് ശക്തി നൽകിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ വചനം നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് ഇടപെടാൻ പോകും. ഇന്നത്തെ എല്ലാ ദിവസ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് വചനം പങ്കുവയ്ക്കാനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോ അച്ഛനെ സ്നേഹപൂർവ്വം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് അച്ഛനിലൂടെ വചനം കേൾക്കാൻ നമുക്ക് ഒരുങ്ങാം. അതിൻ്റെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. ഇത് പോരാ, വിസ്മയത്തോടെ പറഞ്ഞേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അടുത്തുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത, പറഞ്ഞേ, കർത്താവിന് കൊടുത്തേ മഹത്വം കൊടുത്തുകൊണ്ട് പറ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നമ്മുടെ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ആ വചന ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതിക്കേ. ഹബക്കൂക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഇന്നേ ദിനം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന മക്കളിലേക്ക് കർത്താവ് ചൊരിയാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുമ്പിൽ പതറാതെ നിൽക്കുവാൻ കർത്താവ് ശക്തിപ്പെടുത്താൻ പോവാ. പുറപ്പാട് 14:14 കർത്താവ് മോശയോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവേൻ, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കൃത്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശാന്തരായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ തളർത്തുമ്പോൾ മുന്നോട്ട് പിടിച്ചു നിൽക്കുവാൻ ശക്തി നൽകുന്നത് ഏക ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ഹല്ലേലൂയ. പ്രതിസന്ധികളിലൂടെ നമ്മൾ തളരുമ്പോൾ പതറാതെ മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്താൻ പോവുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഹബക്കൂക്ക് 1:5 വചനം ഇവിടെ നിറവേറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നന്നായിട്ട് വിളിച്ചേ, ഈശോയേ വിളിച്ചേ. പോരാ പോരാ, ഈശോയുടെ നാമം ഇവിടെ നിറയട്ടെ. അത്ഭുതങ്ങൾ നിറയപ്പെടുന്ന നാമം നിറയട്ടെ. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം ഇവിടെ നിറയട്ടെ. ദൈവ മക്കളാക്കുന്ന നാമം ഇവിടെ നിറയട്ടെ. പിശാചുകൾ ഞെട്ടിവിറയ്ക്കുന്ന നാമം ഇവിടെ നിറയട്ടെ. അതിരങ്ങളിലേക്ക് ഈശോയുടെ നാമം എഴുതപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി നിറച്ച് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വലിയൊരു അത്ഭുത പ്രവൃത്തി കർത്താവ് ഇന്നേ ദിനം കടന്നു വന്നിരിക്കുന്ന മക്കളിലേക്ക്, ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവനിലേക്ക് നിറയാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകത്തക്ക വിധം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വലിയ പ്രവർത്തികൾ ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെ കരങ്ങളടിച്ച് ശക്തിയോടെ നമുക്ക് ആരാധിക്കാം. 2 വശത്തേക്ക് കാലുകൾ മാറ്റി വലിയ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം എന്നിവിടെയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നന്നായിട്ട് കരങ്ങളടിച്ച് ആനന്ദത്തോടെ തപ്പുകളാലെ കിന്നരവോടെ ആകുലമെല്ലാം ആനന്ദമാക്കുന്ന സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പോരാ, കരഘോഷത്തോടെ ആനന്ദത്തോടെ ആകുലം ആനന്ദമാക്കുന്ന കർത്താവ്. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാരും
വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം പാടാം, ചേർന്ന് പാടാം. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. കരങ്ങളുയർത്തി തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, വലിയ സ്നേഹത്തോടെ തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കട്ടെ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക. കരങ്ങളുയർത്തി തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. തളരരുതേ മനമേ, വലിയ സന്തോഷത്തോടെ ആകുലമോ വരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പുറപ്പാട് 14:14 ശക്തമായ അഭിഷേകം. ചെങ്കടലിന് മുമ്പിൽ മോശ പകച്ചു നിന്നപ്പോൾ, ഇസ്രായേൽ ജനം പകച്ചു നിന്നപ്പോൾ, ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, മോശേ, നീ ദൈവജനത്തെ ശക്തിപ്പെടുത്തുക, ശാന്തമാകുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. വലിയ സ്നേഹത്തോടെ നന്നിട്ട് കരങ്ങളടിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ പതറാതെ, ജീവിതത്തിന്റെ ചെങ്കടൽ അനുഭവങ്ങളിലൂടെ, മരുഭൂമി അനുഭവങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കരം പിടിച്ച് നടത്തുന്ന തമ്പുരാന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് രണ്ട് വശത്തെ കലകളടിച്ച് ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, വലിയ സ്നേഹത്തോടെ ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈനീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു കരങ്ങളുയർത്തിയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആനന്ദത്തോടെ തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. രണ്ട് വശത്തെ കരങ്ങളടിച്ച് എല്ലാം മനന്ന് എല്ലാം മറന്ന് ആകുലമോ വരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടും. ഇവിടെ മരുഭൂമിയിലെ പൊരിവെയിലിൽ ഹാഹാറിന് സംരക്ഷണം കൊടുത്ത അവന്റെ നിലവിൽ കേട്ട് ദൈവം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, ആകുലതകളിൽ, ഉത്കണ്ഠകളിൽ ഇറങ്ങി വരുന്ന തമ്പുരാന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട്, നമ്മളോടൊപ്പം ഇറങ്ങി വരുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, കണ്ണുനീരിൽ ഒപ്പുന്ന, കണ്ണുനീർ കുപ്പിയിൽ ശേഖരിക്കുന്ന ആ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാം. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ പതറുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയിൽ തുറന്നു തരും. ഹാഗാറിന്റെ നിലവിളി കേട്ട ദൈവം, ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയിൽ തുറന്നു തരും. തപ്പുകളാലെ കിന്നരമോട് കരങ്ങളുയർത്തിയടിച്ച് വലിയ ശബ്ദത്തോടെ കരങ്ങളുയർത്തി തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ വരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. വലിയ സ്നേഹത്തോടെ തളരരുതേ
വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നു. വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ വിളിക്കുന്നു, ഈശോയേ. കസേരയിലേക്ക് ശാന്തമായിരുന്ന് കണ്ണുകളടച്ച് തളരരുതേ മനമേ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ കൂടെ നടക്കുന്ന, എന്നെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് നീന്ന്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. പ്രിയമക്കളെ, നിങ്ങൾ കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട് കടന്നു വന്നവരാണ്. അധ്വാനിക്കുന്ന വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുക്കിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. പ്രിയമക്കളെ, ഈശോ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് കണ്ണുകളടച്ച് ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും കർത്താവ് ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ പാടുന്ന ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് എല്ലാ പ്രശ്നങ്ങളും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കട്ടെ. ഉൽപ്പത്തി 18:20 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയമക്കളെ, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഏക ദൈവമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. സർവശക്തനായ ദൈവമാണ് എൻ്റെ ഏക നിക്ഷേപമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തളരരുതേ. ഒരിക്കൽ കൂടി ആ പാൻകാട്ടിൻ്റെ ഗാനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളരരുതേ മനമേ. എല്ലാ ഉത്കണ്ഠകൾ കർത്താവിന് കൊടുക്കട്ടെ. ആകുലമോ അരുതേ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്നവൻ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഓരോ മക്കളുടെ കണ്ണീർ കണങ്ങൾ കർത്താവ് തുടച്ചു നീക്കുന്ന സമയമാണിത്. പ്രിയമക്കളെ, കർത്താവിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കട്ടെ. നിങ്ങൾ ഏത് ആവശ്യങ്ങളായിട്ടാണോ കടന്നു വന്നിരിക്കുന്നത്, അവയെല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കുടുംബമോ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ആ മക്കളെ ചേർത്ത് വയ്ക്കുന്നു. താവേ, വിവാഹ തടസ്സത്താൽ ക്ലേശിക്കുന്ന മക്കൾ ഇതിലുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസാ തടസ്സത്താൽ ക്ലേശിക്കുന്ന മക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ മക്കൾ, ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ പ്രാർത്ഥനാ നിയമങ്ങളിലേക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വയ്ക്കുന്നു. ഏക നിക്ഷേപം നീയാണെന്ന് ഞങ്ങളെ തിരിച്ചറിയുകയാണ്.
ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും കർത്താവേ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ, നീ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എവിടെയൊക്കെ നമ്മൾ ആശ്വാസം തേടിയാലും ഏക ദൈവമായ കർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥനാകട്ടെ, രക്ഷകനാകട്ടെ. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആകുലതകളും കർത്താവ് ഏറ്റെടുക്കട്ടെ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ചെയ്യുന്ന ദൈവം, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിന് ജന്മം കൊടുത്ത ഞങ്ങളുടെ നല്ലയമ്മേ, വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച ഞങ്ങളുടെ നല്ല മാതാവേ, ഈ മണിക്കൂറിൽ വചനമാകുന്ന വിത്ത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞിറങ്ങുവാൻ, അതിൽ തടസ്സമായ എല്ലാ മേഖലകളിലേക്ക് അമ്മ ഈശോയുമായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാകട്ടെ. തലമുറകൾ തോറും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചെങ്കിൽ ഇന്ന് ഞാനിവിടെ നിന്ന് എൻ്റെ അമ്മയെ ഞാൻ പ്രകീർത്തിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. നമ്മുടെ അമ്മയായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് വചനത്തിൻ്റെ ജന്മം കൊടുത്ത, വചനത്തിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും അമ്മയെ സ്വന്തമായിട്ട് സ്വീകരിച്ചുകൊണ്ട്, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. കരങ്ങൾ ഉയർത്തി അമ്മയോട് ചേർന്ന്, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക് സന്തോഷത്തോടെ ഈശോ മിശിഹായ്ക്ക് പ്രിയപ്പെട്ട ജോച്ചൻ വന്ന് ദിവ്യാലയ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. താമസിയാതെ തന്നെ അച്ഛൻ നമുക്ക് വചനമായിട്ട് കടന്നു വരും. അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടൊന്ന് ഒരുങ്ങാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ ഇവിടെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് വചനം എടുത്തിട്ടിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം ഒന്നിച്ച് ഉച്ചത്തിലെന്ന് വായിക്കാം. മർക്കോസ് 1:35 ഒന്നിച്ച് വായിച്ചോ. അതിരാവിലെ അവൻ ഉണർന്ന്
വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ, ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ ശിമയോന് കൂടെയുണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്കടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെ എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണോ, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിരാവിലെ അവൻ ഉണർന്ന് വിജന സ്ഥലത്തേക്ക് പോയതിൻ്റെ ലക്ഷ്യം എന്താണ്? പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പല വ്യക്തികളും പല ആഴ്ചകളിൽ വന്ന സങ്കടത്തോടെ ഞാൻ ചില മോകൾ കാണുന്നത്, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എന്ന് പോലെ സംശയമാണ്. പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു, പക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മളിവിടെ ആയിരിക്കുന്ന സകല മക്കളുടെ ഒരു വലിയൊരു മനസ്സിൻ്റെ നൊമ്പരമാണ് ഞാൻ ഈ പങ്കുവെച്ചത്. എന്നാൽ ദൈവമായ ഈശോ പറയുകയാണ്, അതിരാവിലെ അവനുണർന്ന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്ന് ലഭിക്കാൻ പോകുന്ന ഉത്കണ്ഠകൾ ആകുലതകളും മുഴുവൻ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അവൻ വിടുവിടുക്കാനായിട്ട് അനേകം രോഗികളെ സുഖപ്പെടുത്തി കർത്താവ് പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എന്താണ് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തതിന് കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? ആണോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുക, സത്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കുറവുള്ളവരാണോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന് ഒരു കുറവില്ല, മുട്ടുമേന്ന് പ്രാർത്ഥിക്കും, കൈനങ്ങൾ പിടിച്ച് പാടിക്കും, എങ്ങനെ വേണേലും നമ്മൾ പ്രാർത്ഥിക്കാതെ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നില്ല എന്നുള്ളത്, ചില കാര്യങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ സത്യമാണ്. എന്താണ് ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്, അല്ലെങ്കിൽ അത്യുന്നതൻ്റെ ശക്തി നമ്മളിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് സങ്കീർത്തനം 77-ന്റെ 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം? നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഹാഗാർ നിലവിളിച്ചതുപോലെ എൻ്റെ മുഖം കർത്താവേ മ്ലാനവദനമായിട്ടിരിക്കുക. ഹന്ന പറഞ്ഞ് അവളുടെ മുഖം മ്ലാനവദനമായി. ഇതുപോലെ എൻ്റെ മുഖം പലപ്പോഴും, എൻ്റെ ഹൃദയം പലപ്പോഴും മ്ലാനവദനമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് സങ്കീർത്തനം 77-ന്റെ 10-ാം തിരുവചനത്തിൽ അതിൻ്റെ ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം? നമുക്കൊന്ന് കാണാം. എല്ലാവരുടെയും ഒരു പ്രശ്നമാണത്. പല ദുഃഖങ്ങൾ, പരാജയങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ. എന്താണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് കാണുകയാണ്. സങ്കീർത്തനം 77:10. ഞാൻ പറയുന്നതല്ല, തിരുവചനം പറയുന്നതാണ് പറയുന്നത്. പറഞ്ഞു വായിച്ചോ. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് നമ്മൾ പലയിടങ്ങളിലും പല ആശ്വാസം തേടി ഓടി നടക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാനാണ് നിന്റെ ഏക നിക്ഷേപം, ഞാനാണ് ശക്തിയുള്ളവൻ, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ ഞാനാണ്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നിന്റെ നാവിൻ തുമ്പിൽ ഒരു വാക്ക് ഉരുവാകുന്നതിന് മുമ്പേ എല്ലാം ഞാൻ കാണുന്നതുണ്ട്. പക്ഷേ നിന്റെ ദുഃഖം മാറാത്തതിന് കാരണം എന്താണെന്നാണ് വചനം പറയുക? അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. വലതുകരം ഉയർത്തിയ വചനവും ഏറ്റു പറഞ്ഞ്, എൻ്റെ ദുഃഖത്തിന് കാരണം എവിടെ ഓടി നടന്നാലും ആരുടെ വിടുതൽ മേടിച്ചാലും പ്രിയപ്പെട്ടവരെ, എൻ്റെ ദുഃഖം ശമിക്കില്ല. ഒരിടത്തുനിന്ന് മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. എൻ്റെ ദൈവമായ കർത്താവിൽ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എന്ന് ഉറച്ച വിശ്വാസത്തോടെ പറയാൻ തയ്യാറാകുന്ന മക്കളുടെ ദുഃഖങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആ വചനം ഒന്ന് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കേ. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിൽ ചെല്ലുന്ന ഒരു മനോഹരമായ പ്രഭാത സങ്കീർത്തനമുണ്ട്. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വസിക്കേണ്ട ഒരിടമുണ്ട്, അത് മറ്റൊരിടവും അല്ല, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കണം. 91-ാം സങ്കീർത്തനമാണത്. 91-ാം സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് കാണുകയാണ്. വായിച്ചേ. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട സൊല്യൂഷൻസ് കർത്താവ് തരാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ നീ ആരെയെല്ലാം ആശ്രയിച്ചാലും, ആരുടെയൊക്കെ പുറകെ പോയി സന്ദേശം സ്വീകരിച്ചാലും, എവിടെ പോയി ഉടമ്പടി എടുത്താലും പ്രിയപ്പെട്ടവരെ, എൻ്റെ ദുഃഖം ശമിക്കില്ല. തമ്പുരാനിൽ ആശ്രയിക്കാത്തിടത്തോളം കാലം ഒരിടത്തും നമുക്ക് രക്ഷയുണ്ടാകില്ല. ഹല്ലേലൂയ. എവിടെ പിടിക്കണം? ആരെ പിടിക്കണം?
കർത്താവിനെ ഒന്നാമതായിട്ട് പിടിക്കാൻ തയ്യാറാണ്. കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ പൂജിക്കാൻ തയ്യാറായാൽ ആരുടെയും കൈവപ്പ് വേണമെന്നില്ല, വിടുതലും വേണമെന്നില്ല, ഒരിടത്തും നമ്മൾ ഓടി നടക്കണ്ട. ആരെ ചേർത്ത് പിടിക്കണം എൻ്റെ ഉള്ളിലേക്ക്? എൻ്റെ സർവശക്തനായ ദൈവത്തെ ഒന്നാമതായി എൻ്റെ ഹൃദയത്തിൽ പൂജിക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ സകല ദുഃഖങ്ങൾക്കും സകല പരാജയങ്ങൾക്കും ഉത്തരം അവൻ തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, നിങ്ങളൊക്കെ കേട്ട ഒരു കഥയായിരിക്കും അല്ലേ? ഒരിക്കൽ ഒരു രാജാവിൻ്റെ ജന്മദിനം ആഘോഷിച്ച ഒരു കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായി. പക്ഷേ ഇത് വായിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് അത് ഓടി വരികയാണ്. രാജാവ് വിളംബരം ചെയ്തു, എന്താണ്? എൻ്റെ ജന്മദിന സമ്മാനമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം, എന്ത് സമ്മാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഹല്ലേലൂയ. രാജാവ് വിളംബരം ചെയ്യുകയാണ്. എൻ്റെ ജന്മദിന സമ്മാനമായിട്ട് രാജാവ് വിളംബരം നടത്തി. ഈ രാജകൊട്ടാരത്തിൽ ഇവിടെ ബെല്ലടിക്കും. ആ സമയത്ത് നിങ്ങൾ എന്തിൽ പിടിക്കുന്നോ ആ സമ്മാനം ഏറ്റവും വിലയേറിയതാണല്ലോ, അമൂല്യ രക്തമാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ദാനമായിട്ട് സമ്മാനമായിട്ട് തരും. ഹല്ലേലൂയ. അങ്ങനെ ഇത് കേട്ട്, വിളംബരം കേട്ട്, ചെറിയവരും വലിയവരും കൊച്ചു പിള്ളേരെ കൂടെ അല്ല ഓരോ റെപ്രസെൻ്റ് ചെയ്തല്ലേ, കൈക്കുഞ്ഞിങ്ങനെ വരെ കൂട്ടിക്കൊണ്ട് ഇവർ സമ്മാനം വായിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ യഥാസമയമായി, സമ്മാനത്തിനുള്ള സമയമായി, എല്ലാവരും രാജകൊട്ടാരം മുഴുവൻ ഓടി നടന്ന വിലയേറിയ രത്നങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി മാത്രം അവിടെ അവശേഷിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പാവപ്പെട്ട പെൺകുട്ടി മാത്രം രാജാവിൻ്റെ അടുത്തുനിന്ന് വിട്ടുപോകുന്നില്ല. അപ്പോൾ രാജാവിന് സംശയമായി, ഇവളെന്താണ് ഈ മുറി വിട്ടുപോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം? രാജാവ് ചോദിച്ചു, നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ? നിനക്ക് സമ്മാനമൊന്നും വേണ്ടേ എന്ന് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടത് രാജാവിനെ തന്നെയാണ്. രാജാവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ കഥയാണെങ്കിലും രാജാതിരാജനായ എൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമായാൽ, എൻ്റെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം അവൻ സൊല്യൂഷൻസ് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വസിക്കേണ്ട ഒരിടമുണ്ട്. വായിച്ചോ? സങ്കീർത്തനം 91 വചനം നമ്മൾ വായിക്കുകയാണ്. എവിടെയാണ് നമ്മൾ വസിക്കേണ്ടത്? വായിച്ചോ? അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. ആരാണ്? അങ്ങനെയുള്ളവരെ കർത്താവ് വിളിക്കുന്ന മനോഹരമായ പേര് ഭാഗ്യവാനും ഭാഗ്യവതികളും എന്നാണ്. ലോട്ടറി അടിക്കുന്നവരെ മാത്രമല്ല, ഭാഗ്യവാനും ഭാഗ്യവതികളും എന്ന് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. ആരാണ്? ഇവിടെ ഇരിക്കുന്ന പ്രിയമക്കളെ, നിങ്ങൾ ഈ വചനം അങ്ങോട്ട് അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് എഴുതിയിടട്ടെ, ഹൃദയത്തിലോട്ട് എഴുതിയിട്ടെ. പറഞ്ഞേ, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും. ആരാണ് ഭാഗ്യവാൻ? പറ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. അടുത്ത വചനം കൂടെ. കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് ഞാൻ പറയും. അവിടുന്ന് നിന്നെ എവിടൊക്കെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളുകയാണ്. കർത്താവിന് നീ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാൻ തയ്യാറായാൽ, അവൻ്റെ ഹൃദയത്തിൽ നീ രക്ഷകന് നാഥനമായി സ്വീകരിക്കാൻ തയ്യാറായാൽ, സകല പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് നിന്റെ കുടുംബത്തെ ആയിരിക്കുന്ന മേഖലകളെ വിടുവിക്കും. ഹല്ലേലൂയ. വിഷയത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിന്റെ സകല തകർച്ചകളിലും കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. വചനം പറയുന്നു, അവിടുന്ന് നിന്നെ വേടന്റെ ഗണിയിൽ നിന്നും എങ്ങോട്ടാണ്? മാരകമായ മഹാമാരിയിൽ നിന്ന് നിന്നെ രക്ഷിക്കും. നിന്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകില്ല. രോഗപ്രതിസന്ധികളിൽ തളരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്യുന്നതന്റെ സംരക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് പറയുക, കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷകനായിരിക്കും. ഹല്ലേലൂയ. ആ വചനം ഒന്ന് സ്വീകരിച്ച് ഇപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷകനെ നാഥനുമായി അത്യുന്നതനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അടുത്തുള്ളവരോടൊന്ന് പങ്കുവെച്ചേ. ചിലരൊക്കെ കുനിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. പറഞ്ഞേ, അവരോട് പറ, ജീവനോട് പറ. എന്താണ് പറയേണ്ടത്? കർത്താവായ ഈശോയിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും. പ്രിയപ്പെട്ടവരെ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നമ്മളെ മറച്ചു പിടിക്കുമെന്നാണ് വചനം പറയാം. വായിച്ചോ 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ
പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രതിസന്ധികൾക്കിടയിൽ, നിന്റെ പരാജയങ്ങൾക്കിടയിൽ, നിന്റെ ചില ചെറിയ അനാവശ്യ വാക്കുകൾ കേൾക്കേണ്ട സമയത്ത് സർവശക്തനായ ദൈവം നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചു പിടിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ അതൊന്ന് അനുഭവിച്ച്, തൻ്റെ തൂവലുകൾ കൊണ്ട് എന്തൊരു അനുഭവമാണെന്ന് നോക്കിയേ. അവിടുന്ന് നമ്മളെ മറച്ചു പിടിക്കുകയാണ്. എന്നിട്ട് വായിച്ചേ, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നമ്മളങ്ങോട്ട് സംരക്ഷിക്കും. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ കയ്യിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ കയ്യിൽ മാറോട് ചേർന്ന് സംരക്ഷണം സ്വീകരിക്കുന്നത് പോലെ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്ന പ്രിയ മക്കളെ, വചനം പറയുന്നു, അവിടുന്ന് നിന്നെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ ഒന്നും നമ്മളെ ഭയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായാൽ, സ്വീകരിക്കാനായിട്ട് തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, നാമും നമ്മുടെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് പറ ഹല്ലേലൂയ. ഓരോ അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ ആയിരങ്ങൾ നമ്മുടെ മുമ്പിൽ മരിച്ചു വീഴാം. പക്ഷേ വലതുവശത്ത് ഒരനർത്ഥവും നിന്റെ കുടുംബത്തെ തൊടില്ല. ആരൊക്കെ ഇവിടെ തളർന്നു വീണാലും, അല്ലേ, അതാ നമ്മൾ പാടിയ പാട്ട്, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നമ്മുടെ നാളുകളിൽ കർത്താവ് ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, വിശ്വാസത്തോടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്വാസത്തോടെ, മത്തായി 21:22 വചനം അതാ പറയാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് ഈ ദിനങ്ങളിൽ നമുക്ക് തരും. ഹല്ലേലൂയ. വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 57 നമ്മൾ വായിക്കുന്നുണ്ട്, അത്യുന്നതൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗം കൂടിയാണ് സങ്കീർത്തനം 57. അവിടെ ഒരു സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറഞ്ഞ് സങ്കീർത്തകൻ മനോഹരമായിട്ട് പാടുന്ന, അവിടുത്തെ വിനാശത്തിൻ്റെ ചിറകിൻ കീഴിൽ ഞാൻ സംരക്ഷിക്കപ്പെടും. നോക്കിക്കേ, അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് പറയുന്ന വചനം ഇതാണ്. വായിക്കാമോ? 57:1 വചനം വായിച്ചോ. എന്നോട് കൃപയുണ്ട്. സങ്കീർത്തകൻ ഹൃദയത്തിൽ നിന്ന് വലിയ വികാരങ്ങളോടെ പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ ശക്തി എന്നിൽ പ്രകടമാകാൻ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ചുങ്കക്കാരൻ നിലവിളിച്ച് ദേവാലയത്തിൻ്റെ പുറകിലിരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, പക്ഷേ എന്താണ്, നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കൃപയുണ്ടാകണമേ എന്ന് ഈ സമയം തന്നെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നമുക്ക് അഭയം ഇവിടെ ലഭിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തൊക്കെ വിനാശങ്ങൾ കടന്നു വന്നാലും വചനം പറയുന്നു, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ആരുടെ ചിറകിൽ ഞാൻ ശരണം പ്രാപിക്കും? ആരുടെ ചിറകിൻ കീഴിൽ? പ്രിയപ്പെട്ടവരെ, അത്ര മനോഹരമായ വചനമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, ഒന്ന് സ്വീകരിച്ചേ, ഒന്ന് വായിച്ചേ. എന്നോട് കൃപയുണ്ടാകണമേ എന്നുവെച്ച് വായിച്ചേ, വലിയ അനുതാപത്തോടെ വായിച്ചേ. ദൈവമേ എന്നോട് കൃപ തോന്നണമേ. ആരിലാണ് എൻ്റെ ആശ്രയം? അങ്ങയിലാണ് ഞാൻ ശരണം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ആരുടെ ചിറകിലാണ്? പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ വിനാശങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൽ ശരണം വെക്കണം. ഹല്ലേലൂയ. ആ വചനം വായിച്ചേ. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ. കരങ്ങൾ ഉയർത്തിയ വചനം ഇവിടെ നിറയട്ടെ. ഒന്നിച്ച് വായിച്ചേ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചേ. ഈശോയേന്ന് വിളിക്കട്ടെ.
പോരാ പോരാ പോരാ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവത്തിൽ ശരണം വയ്ക്കുവാൻ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ, അത്യുന്നതനായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സങ്കീർത്തനം 57:2 പഠിച്ചോ? വചനം 57:1 വചനം പഠിച്ചേ. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ആരിലാണ് ശരണം പ്രാപിക്കേണ്ടത്? വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ആവർത്തിച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ആരുടെ ചിറകിൽ? ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറ ഹല്ലേലൂയ. ഏതാണ് വചന? സങ്കീർത്തനം 57:1 ഒരിക്കൽ കൂടി വായിക്കേ. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം എവിടെയാണ് ശരണം പ്രാപിക്കേണ്ടത്? വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അവിടുത്തെ സംരക്ഷണത്തിൽ അങ്ങോട്ട് ശരണം പ്രാപിക്കാൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് ഉത്തരം നൽകും. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ആ പെൺകുട്ടി രാജാവിനെ സ്വന്തമാക്കിയതുപോലെ ഏകദൈവമായ എൻ്റെ ഈശോയെ സ്വന്തമാക്കിയാൽ, സ്വർഗത്തിലെ ഏക നിക്ഷേപമായിട്ട്, എൻ്റെ ഏക നിക്ഷേപമായിട്ട് ദൈവത്തെ നമ്മൾ സ്വന്തമാക്കിയാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം കർത്താവ് കാണിച്ചു തരും. ഹല്ലേലൂയ. അടുത്ത വചനം കൂടെ വായിക്കാം. ആരെ വിളിച്ചപേക്ഷിക്കണം? 57:2 ആരെ വിളിച്ചപേക്ഷിക്കണം? അത്യുന്നതനായ ദൈവം. ആ വാക്ക് തന്നെ എത്ര മനോഹരം അല്ലേ? അത്യുന്നതന. നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും പാടുന്നു. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശൻ. മാലാഖമാരുടെ മനോഹരമായ ഗാനമാണതല്ലേ? മാലാഖമാർ ചേർന്ന് ഈശോയുടെ ജനനത്തിൽ ആഹ്ലാദിച്ച് പാടി. ആരാണത്? അത്യുന്നതനാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തിനേക്കാൾ എല്ലാത്തിനേക്കാൾ സമ്പന്നനാണ് നമ്മുടെ ദൈവം. സർവാധിപനാണ് നമ്മുടെ ദൈവം. ജീവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നമ്മൾ വിളിക്കേണ്ടത്. വായിച്ചേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ. കാരണം എന്താണ്? തൊട്ടടുത്ത വചനം വായിച്ചോ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വായിച്ചേ. എത്ര മനോഹരമായ വചനം. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ ആരാണ്? അവന്റെ പേര് അത്യുന്നതൻ എന്നാണ് അവന്റെ പേര്. എനിക്ക് വേണ്ടി, വചനം വായിച്ചേ. എനിക്ക് വേണ്ടി ഒന്നൊന്നുമല്ല, 1-2 നിയോഗമൊന്നും കൊടുത്താൽ പോരാ. കർത്താവിന്റെ കയ്യിലേക്ക് മുഴുവനായിട്ട് കൊടുത്തേക്ക്. ഹല്ലേലൂയ. കാനായിലെ കല്യാണം അവരും ബക്കോള നിറച്ചതുപോലെ അല്ലേ? കൽഭരണികള്, പരിചാരികമാര് ശൂന്യമായിരുന്ന അതിന് ബക്കോള അവർ നിറച്ചതുപോലെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന അത്യുന്നതനായ ദൈവന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വചനം. എവിടുന്നാണ് അവൻ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്? അവിടുന്ന് വായിച്ചോ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമായി എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മരിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കണം. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് നമ്മൾക്ക് സഹായം തരും. ദൈവം തൻ്റെ എന്തൊക്കെയാണ് അയക്കുന്നത്? കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ഹല്ലേലൂയ. വിളിച്ചേ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചേ. അത്യുന്നതനായ ദൈവത്തെ വിളിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് അവിടെ സഹായം അയച്ചു തരുന്ന സമയമാണ്. ഉച്ചത്തിൽ വിളിച്ചേ. ഈശോയെ വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 57:1 കരങ്ങൾ കൂപ്പിപ്പിടിച്ച്. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ചേർന്ന് പാടാം. എന്നോട് കൃപയും ദൈവമേ, എന്നോട് കൃപ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശ
നാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകൂ. കരങ്ങളുയർത്തി അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. പാടാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്ന്. അനുതാപത്തോടെ പ്രാർത്ഥിച്ചേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.